നമ്മളെല്ലാവരും ഹെൽമറ്റ് കാണാറുണ്ട് അല്ലേ? പക്ഷെ അതൊരിക്കലും വെറും ഒരു സേഫ്റ്റി ഗിയർ അല്ല. അതിജീവനത്തിനായി മനുഷ്യന്റെ ബുദ്ധിയിൽ വിരിഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. അതിന് പറയാൻ വലിയൊരു കഥയുണ്ട്. ആ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ശരിയാണ്, ഇത് വെറുമൊരു ഹെൽമറ്റ് അല്ല, ഇതൊരു ടൈം ക്യാപ്സ്യൂളാണ്. ഇതിനുള്ളിൽ ശാസ്ത്രമുണ്ട്, അതിജീവനത്തിന്റെ കഥയുണ്ട്, ഏറ്റവും പ്രധാനമായി നമ്മുടെ തലച്ചോറ് അതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്ന ചോദ്യത്തിന് നൂറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യൻ കണ്ടെത്തിയ ഉത്തരമുണ്ട്. അപ്പോ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, യുദ്ധക്കളങ്ങളിൽ നിന്ന് തുടങ്ങി ഹൈവേകളിലെത്തും, പിന്നെ അതിന്റെ പിന്നിലെ സയൻസ്, ഒരു ഹെൽമറ്റിന്റെ ഓരോ ഭാഗങ്ങളും, ടെസ്റ്റിംഗ്, അങ്ങനെ തുടങ്ങി അവസാനം നമ്മുടെ ജീവന് അതെത്രത്തോളം പ്രധാനമാണെന്ന് വരെ നമ്മൾ നോക്കും. അപ്പൊ തുടങ്ങാമല്ലേ? നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് യുദ്ധക്കളങ്ങളിൽ നിന്നാണ്. തലയാണ് ഏറ്റവും പ്രധാനം. അതിനെ സംരക്ഷിക്കുക എന്ന മനുഷ്യന്റെ ഏറ്റവും ബേസിക്കായ ആവശ്യത്തിൽ നിന്നാണ് ഹെൽമറ്റിന്റെ കഥ തുടങ്ങുന്നത്. അപ്പോ എങ്ങനെയായിരുന്നു ആ തുടക്കമെന്ന് നോക്കാം. ഈ ടൈംലൈൻ കണ്ടില്ലേ? വളരെ പണ്ട് വെങ്കലവും തുകലുമൊക്കെ വെച്ചായിരുന്നു തുടക്കം. പിന്നെ മധ്യകാലഘട്ടം എത്തിയപ്പോ ഒരു മാറ്റം വന്നു. അടികൊണ്ടാൽ അത് തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി പരന്നതിൽ നിന്ന് ഉരുണ്ട ഷേപ്പിലേക്ക് മാറി. പക്ഷേ ശരിക്കുള്ളൊരു വഴിത്തിരിവ് വന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. പട്ടാളക്കാരുടെ തല സംരക്ഷിക്കുക എന്നതിൽ നിന്ന് മാറി സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവരുടെ, അതായത് ബൈക്ക് ഓടിക്കുന്നവരുടെയും സ്പോർട്സ് താരങ്ങളുടെയും ഒക്കെ ജീവൻ രക്ഷിക്കാനുള്ള ഒന്നായി ഹെൽമറ്റ് മാറി. നോക്കൂ, നൂറ്റാണ്ടുകളോളം ഹെൽമറ്റിന്റെ പിന്നിലെ ഐഡിയ ഭയങ്കര സിമ്പിളായിരുന്നു. ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ആഘാതത്തെ തടയുക. തലയിലൊന്നും കൊള്ളാൻ പാടില്ല. അതിനാ തലയ്ക്കും അടിക്കുമിടയിൽ കട്ടിയുള്ള എന്തെങ്കിലും വെക്കണം, അത്രയുള്ളൂ. പക്ഷേ ഇവിടെയാണ് കളി മാറിയത്. വെറുതെ ഒരു പ്രഹരത്തെ തടഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ശാസ്ത്രം മനസ്സിലാക്കി. ഇതാണ് ആധുനിക ഹെൽമറ്റുകളെ പഴയതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആ വലിയ വഴിത്തിരിവ്. ഇതാണ് ആ മാറ്റം. പഴയ ഐഡിയ എന്തായിരുന്നു? ബ്രൂട്ട് ഫോഴ്സ് പ്രൊട്ടക്ഷൻ. ഒരു കട്ടിയുള്ള ഷെല്ല് വെച്ച് അടിയെ തടയുക, തീർന്നു. എന്നാ പുതിയ സയൻസ് അതല്ല പറയുന്നത്. അത് ഊർജ്ജത്തെ മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ആ ഇടിയുടെ ശക്തിയെ എങ്ങനെ ആഗിരണം ചെയ്യാം, തല പെട്ടെന്ന് നിൽക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച്. ഇവിടെ നമ്മളൊരു വാക്ക് മനസ്സിലാക്കണം: ഡീസെലറേഷൻ. സിമ്പിളായി പറഞ്ഞാൽ വേഗത കുറയുന്നതിന്റെ റേറ്റ്. ഒരു അപകടം നടക്കുമ്പോ തല ഇടിച്ചു പെട്ടെന്ന് നിൽക്കുന്നില്ലേ? ആ പെട്ടെന്നുള്ള നിർത്തലാണ് തലച്ചോറിനെ ഏറ്റവും അപകടകരം. ആ നിർത്തൽ എത്രത്തോളം പതുക്കിയാക്കാൻ പറ്റുമോ അത്രയും സേഫ്റ്റി കൂടും. ഇതാണ് ഹെൽമെറ്റ് സയൻസിന്റെ അടിസ്ഥാനം. നമ്മളൊരു ചൊല്ല് കേട്ടിട്ടില്ലേ? വീഴ്ചയല്ല, പെട്ടെന്നുള്ള നിർത്തലാണ് പ്രശ്നമെന്ന്. അതുതന്നെയാണ് സംഭവം. ഒരു മോഡേൺ ഹെൽമെറ്റ് ചെയ്യുന്നത് ആ പെട്ടെന്നുള്ള നിർത്തലിനെ അത്ര പെട്ടെന്നല്ലാതാക്കിയാണ്. ആ നിർത്തലിന് കുറച്ചുകൂടി സമയമെടുപ്പിക്കുന്നു. ആ ചെറിയൊരു സമയമാണ് നമ്മുടെ ജീവൻ രക്ഷിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ സയൻസ് ഒക്കെ എങ്ങനെയാണ് ഒരു ഹെൽമെറ്റിൽ വർക്ക് ചെയ്യുന്നത്? അത് മനസ്സിലാക്കാൻ നമുക്കൊരു മോഡേൺ ഹെൽമെറ്റിനെ ഒന്ന് കീറി മുറിച്ചു നോക്കാം, അല്ലേ? അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. പുറമേന്ന് നോക്കിയാൽ ഇതൊരു ഒറ്റ പീസാണെന്നേ തോന്നൂ. പക്ഷെ സത്യം അതല്ല. ഇതൊരു സിസ്റ്റമാണ്. 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരേ ലക്ഷ്യത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം. ആ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ: 1 പുറത്തുള്ള ഷെല്ല്, 2 അതിനുള്ളിലെ ഇംപാക്ട് ലൈനർ, 3 നമ്മുടെ താടിക്ക് താഴെയിടുന്ന സ്ട്രാപ്പ് അഥവാ റിട്ടൻഷൻ സിസ്റ്റം. നമുക്കിനി ഓരോന്നിലേക്കും കടക്കാം. ആദ്യം നമുക്ക് ഈ പുറന്തോട് അഥവാ ഔട്ടർ ഷെൽ നോക്കാം. ഇതിന് 2 പ്രധാന പണികളുണ്ട്. ഒന്നാമത്തേത്, ഒരു പോയിന്റിൽ കിട്ടുന്ന ഇടിയുടെ ശക്തിയെ ഹെൽമെറ്റിന്റെ കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിപ്പിക്കുക. രണ്ടാമത്തേത്, റോഡിലെ കല്ലോ മറ്റോ പോലെ കൂർത്ത സാധനങ്ങൾ തുളച്ചു കയറുന്നത് തടയുക. ഇതാണ് ആദ്യത്തെ പ്രതിരോധ നിര. ഓക്കെ, പുറന്തോട് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഈ ഫോം പോലുള്ള ഭാഗം കണ്ടോ? ഇതാണ് ഇംപാക്ട് ലൈനർ. സത്യം പറഞ്ഞാൽ ഇതാണ് ഈ ഹെൽമെറ്റിലെ യഥാർത്ഥ ഹീറോ. ഇടിയുടെ ഷോക്ക് അബ്സോർബ് ചെയ്യുന്നത് ഈ ചങ്ങാതിയാണ്. ഇനി കേൾക്കാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം. ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഈ ലൈനർ ഞെങ്ങി പൊട്ടിപ്പോകുന്നത് നല്ലതാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇത് പൊട്ടിപ്പോകാൻ വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? സ്വയം നശിച്ചിട്ട് ഇതെങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. ഈ ഫോം ഞെങ്ങി തകരുമ്പോഴാണ് അത് ഇടിയുടെ ഊർജ്ജം മുഴുവൻ വലിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ തലയുടെ വേഗത പതുക്കെ കുറയുന്നത്. നേരത്തെ പറഞ്ഞ ഡീസെലറേഷൻ മാനേജ് ചെയ്യുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനു വേണ്ടി അത് സ്വയം ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗം, റിട്ടൻഷൻ സിസ്റ്റം. നമ്മൾ സിമ്പിളായി ചിൻ സ്ട്രാപ്പ് എന്ന് പറയും. ഇത് വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു അപകടം നടക്കുമ്പോൾ ഹെൽമറ്റ് തലയിൽ നിന്ന് ഊരിതെറിച്ചു പോയാൽ പിന്നെ ഈ പറഞ്ഞ ഷെല്ലിനും ലൈനറിനും എന്ത് കാര്യം? അതുകൊണ്ട് സ്ട്രാപ്പ് എപ്പോഴും കൃത്യമായി ഇട്ടിരിക്കണം. അത് നിർബന്ധമാണ്. അപ്പോ ഒരു ഹെൽമെറ്റിന് ഇങ്ങനെയൊക്കെ ഭാഗങ്ങളുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ അത് അപകടം വന്നാൽ നമ്മളെ രക്ഷിക്കുമെന്ന് ഇങ്ങനെ ഉറപ്പിക്കും. അവിടെയാണ് ടെസ്റ്റിംഗിന്റെയും ഫിറ്റിന്റെയും കംഫർട്ടിന്റെയും ഒക്കെ പ്രാധാന്യം വരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്: ഇന്നത്തെ ഹെൽമെറ്റ് സേഫ്റ്റി വെറും തോന്നലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നല്ല. ഇത് കണ്ടിട്ട് നല്ല ഉറപ്പുണ്ട്, നല്ല കണക്ക്, കൃത്യമായ കഠിനമായ സയന്റിഫിക് ടെസ്റ്റുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഹെൽമെറ്റിന്റെ പുറകിൽ ISI അല്ലെങ്കിൽ ECE എന്നൊക്കെ സ്റ്റിക്കർ കണ്ടിട്ടില്ലേ?
അതൊന്നും വെറും സ്റ്റിക്കറുകളല്ല, യഥാർത്ഥ അപകടങ്ങളെ അനുകരിക്കുന്ന ഒരുപാട് ടെസ്റ്റുകൾ പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റാണിത്. ആ മാർക്കുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഹെൽമെറ്റ് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിവുള്ളതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് എന്നാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഫിറ്റും കംഫർട്ടും. ഇത് രണ്ടും വെറും ആഡംബരമല്ല, സേഫ്റ്റിയുടെ ഭാഗം തന്നെയാണ്. ഒന്നോർത്തു നോക്കൂ, തലയ്ക്ക് പാകമല്ലാത്ത ഹെൽമെറ്റ് ഇട്ടാൽ അത് ആക്സിഡന്റ് സമയത്ത് ഊരിപ്പോകില്ലേ? അതുപോലെ ഭയങ്കര ചൂടും അസ്വസ്ഥതയുമുള്ള ഹെൽമെറ്റ് ആരെങ്കിലും സ്ഥിരമായി വയ്ക്കുമോ? ഇല്ല. അതുകൊണ്ട് നല്ല വെന്റിലേഷനും വ്യക്തമായ കാഴ്ചയും കറക്റ്റ് ഫിറ്റുമൊക്കെ ഒരു നല്ല ഹെൽമെറ്റിന്റെ സുരക്ഷാ ഫീച്ചേഴ്സുകളാണ്. പക്ഷെ ഹെൽമെറ്റ് ടെക്നോളജി ഇവിടെയൊന്നും നിൽക്കുന്നില്ല. അതിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട്, സുരക്ഷയുടെ പുതിയ അതിരുകൾ തേടിക്കൊണ്ട്. ഹെൽമെറ്റിന്റെ രൂപത്തിലും പലതരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓപ്പൺ ഫേസ് ഉണ്ട്, അത്യാവശ്യം കാറ്റൊക്കെ കിട്ടും, പക്ഷെ മുഖത്തിന് പ്രൊട്ടക്ഷൻ കുറവായിരിക്കും. പിന്നെ ഫുൾ ഫേസ് ഹെൽമെറ്റുകൾ, അത് തലയ്ക്കും മുഖത്തിനും താടിയെല്ലിനും ഫുൾ കവറേജ് തരും. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒന്നാണ് മോഡുലാർ ഹെൽമെറ്റുകൾ. സൗകര്യത്തിനനുസരിച്ച് താടിയുടെ ഭാഗം മുകളിലേക്ക് ഉയർത്താം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നേരെ വന്ന് ഇടിക്കുന്നതിനെക്കുറിച്ചാണ്. പക്ഷെ പുതിയ വെല്ലുവിളി അതല്ല, അത് റൊട്ടേഷണൽ ഫോഴ്സസ് ആണ്. എന്താണ് ഈ റൊട്ടേഷണൽ ഫോഴ്സ്? ഒരു ആക്സിഡന്റ് നടക്കുമ്പോ നമ്മുടെ തല നേരെ ഇടിക്കുന്നതിന് പകരം ചരിഞ്ഞാണ് ഇടിക്കുന്നതെങ്കിലോ? അപ്പോൾ തലയൊന്ന് കറങ്ങിപ്പോകും. ആ കറക്കമാണ് തലയോട്ടിക്കുള്ളിലെ തലച്ചോറിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നത്. ഈ അപകടകരമായ കറക്കത്തെ കുറയ്ക്കാൻ വേണ്ടിയാണ് മിപ്സ് പോലുള്ള പുതിയ ടെക്നോളജികൾ ഇന്ന് ഹെൽമെറ്റുകളിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്ന എല്ലാ ഹെൽമെറ്റുകളും ഒരുപോലെ സുരക്ഷിതമാണോ? ഉത്തരം ഒറ്റവാക്കിൽ പറയാം, അല്ല. വ്യാജമെന്നാൽ യാതൊരു സംരക്ഷണവുമില്ല. ഒരു കാരണവശാലും അത് വാങ്ങി ഉപയോഗിക്കരുത്. കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും, പക്ഷെ അപകടം വന്നാൽ അതുകൊണ്ട് ഒരു ഗുണവുമുണ്ടാകില്ല. അപ്പോ നമ്മള് ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യമെന്ന് ചില കണക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അവസാനം ഇത് നമ്മുടെ ജീവന്റെ കാര്യമാണ്. പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അപകടം വന്നാൽ തലയാണ് ഏറ്റവും എക്സ്പോസ്ഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഹെൽമെറ്റ് എന്നത് വെറുമൊരു ആക്സസറി അല്ല, അത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജീവൻ രക്ഷാ ഉപകരണമാണ്. ദാ ഈ കണക്കൊന്ന് നോക്കൂ. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു നല്ല ഹെൽമെറ്റ് ധരിക്കുന്നത് തലച്ചോറിനുണ്ടാകുന്ന പരിക്കിന്റെ സാധ്യത 74% വരെ കുറയ്ക്കുമെന്നാണ്. അതുമാത്രമല്ല, മരണസാധ്യത 6 ഇരട്ടിയിലധികം കുറയ്ക്കാനും അതിന് സാധിക്കും. ഓർക്കണം, ഇതൊക്കെ വെറും നമ്പറുകളല്ല, വർഷങ്ങളുടെ പഠനത്തിൽ നിന്ന് കിട്ടിയ വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരം ഇനി മാറണം. ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കേഷനുള്ള ഒരു ക്വാളിറ്റി ഹെൽമെറ്റ് ആണോ നിങ്ങൾ ധരിക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ മാറേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെയായിരുന്നു? പുരാതന കാലത്തെ ഒരു വെങ്കല കവചത്തിൽ നിന്ന്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയത്തിലാണ്. പക്ഷെ ഇത്രയൊക്കെ മാറിയിട്ടും ലക്ഷ്യമൊന്നു മാത്രം: നമ്മുടെ തലച്ചോറിന് അതിജീവിക്കാൻ ഒരു അവസരം കൂടി നൽകുക. അതുകൊണ്ട് ഒന്നോർക്കുക, ഇന്ന് നമ്മളൊരു ഹെൽമെറ്റ് തലയിൽ വെക്കുമ്പോൾ അതൊരു ശീലം മാത്രമല്ല, അത് ശാസ്ത്രത്തിന്റെയും സുരക്ഷയുടെയും നമ്മുടെ സ്വന്തം ജീവനോടുള്ള ഉത്തരവാദിത്തത്തിന്റെയും ഒരുമിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ്.